നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടു ടൈപ്പ് മിററിനെ കുറിച്ച് പഠിച്ചല്ലേ. പ്ലെയിൻ മിററും ഉണ്ട്, സ്പെറിക്കൽ മിറർ ഉണ്ടെന്ന് പഠിച്ചു. അതോടൊപ്പം നമ്മൾ വീണ്ടും സ്പെറിക്കൽ മിററിനെ രണ്ടായിട്ട്, കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ നമ്മളവിടെ കോൺകേവ് മിറർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻവേർഡ് ആയിട്ടുള്ള അല്ലേ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേർഡ് ആയിട്ടുള്ള മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് വിളിച്ചത്. കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഔട്ട്വേർഡ് ആയിട്ടുള്ള മിററിനെ കോൺവെക്സ് മിറർ എന്ന് വിളിച്ചു. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ്, എവിടെയൊക്കെയാണ് നമ്മൾ കോൺകേവ് മിററും അതുപോലെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ കോൺകേവ് മിറർ എവിടെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി നമ്മൾ ടോർച്ചിലൊക്കെയുള്ള റിഫ്ലക്റ്റർ അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് ഓഫ് ദി കാർ ഓ സ്കൂട്ടറിലൊക്കെയുള്ള ഹെഡ് ലൈറ്റിലും കോൺകേവ് ആയിട്ടുള്ള റിഫ്ലക്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കോൺകേവ് ഷേപ്പുള്ള റിഫ്ലക്ടറാണ് യൂസ് ചെയ്യുന്നത്. അവിടെ കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദ റിഫ്ലക്ടർ ഓഫ് ദി ടോർച്ച് ആൻഡ് ഓൾസോ ദ ഹെഡ് ലൈറ്റ് ഓഫ് കാർ ആൻഡ് സ്കൂട്ടർ വെഹിക്കിൾസിൻ്റെ ഹെഡ് ലൈറ്റൊക്കെ ആയിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഡെൻറ്റിസ്റ്റുകൾ മിറർ യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ടീത്തിൻ്റെ ഒക്കെ ഇന്നർ സൈഡ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട്, കുറച്ചും കൂടെ വലുപ്പത്തിൽ കാണാൻ വേണ്ടി, എൻലാർജ്ഡായിട്ട് നമ്മൾ കാണാൻ വേണ്ടി കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. സോ കോൺകേവ് മിറർ ഡെൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് ടു പ്രൊവൈഡ് ആൻ എൻലാർജ്ഡ് വ്യൂ ഓഫ് ടീത്തിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂവിന് വേണ്ടി കോൺകേവ് മിറർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ? കോൺവെക്സ് മിറർ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മുടെ വെഹിക്കിൾസിൻ്റെയൊക്കെ സൈഡ് വ്യൂ മിററായിട്ട് കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു വൈഡർ ഏരിയ കവർ ചെയ്യാൻ പറ്റും, ഒരു വൈഡർ ഏരിയയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് വെഹിക്കിൾസിൽ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കേർവ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെയുള്ള റോഡിൽ, ഇതുപോലെ കേർവ്ഡ് ആയിട്ടുള്ള റോഡിൽ സൈഡിൽ ഇതുപോലത്തെ മിറർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ട്രീറ്റ് മിറർ നമ്മൾ പറയും അല്ലേ. സ്ട്രീറ്റ് മിറേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി അതിങ്ങനെ വെച്ചേക്കുന്നത്? അതെ, ഡ്രൈവേഴ്സിന് മറ്റേ സൈഡിലുള്ള, അപ്പുറത്തെ സൈഡിലുള്ള അവിടെയുള്ള റോഡിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടി അല്ലേ. സോ ടു പ്രൊവൈഡ് ഡ്രൈവേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ് ദ വിസിബിലിറ്റി ഓഫ് അതർ സൈഡ് ആൻഡ് പ്രിവെൻറ്റ് കൊളീഷൻ. അങ്ങനെ കൊളീഷൻ തടയാൻ വേണ്ടിയാണ് അങ്ങനെ ഉള്ള മിററുകൾ, സ്ട്രീറ്റ് മിററുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെയും നമുക്ക് എന്താണ്, കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു വൈഡ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടെ അങ്ങനെ ആക്സിഡൻസും കൊളീഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നു. പിന്നെ നമ്മൾ സർവെയിലൻസ് മിററായിട്ടും കോൺവെക്സ് മിറർ യൂസ് ചെയ്യാറുണ്ട്. ലാർജ് ഷോപ്പിലൊക്കെ തെഫ്റ്റ് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവെയിലൻസ് മിററായിട്ട് കോൺവെക്സ് മിറർ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ യൂസസിൽ മനസ്സിലാക്കുന്നത് എന്താ, അവിടെയുള്ള ആ ഒരു മെയിൻ അത് ഉപയോഗിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് വൈഡ് റേഞ്ച് ആയിട്ടുള്ള വിഷൻ കിട്ടുന്നു. ചെറിയ ചെറിയ ഒബ്ജക്ട്സിൻ്റെ വലിപ്പം സൈസ് ചെറുതാണെങ്കിലും വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് പൊതുവെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. കോൺകേവിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൺകേവ് മിറർ ഒരു കൺവേർജിങ് മിററാണ്. അതോടൊപ്പം അത് ഒരു എൻലാർജ്ഡ്, ഇപ്പോൾ നമ്മുടെ ഡെൻറ്റിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അത് വളരെ ക്ലോസ് ആയിട്ട്, ടീത്തിന് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ മിറർ വെക്കുമ്പോൾ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയും കൂടിയാണ് കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ യൂസസ് ഓഫ് കോൺകേവ് മിറർ. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു ലൈറ്റ് റേ അല്ലേ, ഒരു ലൈറ്റിനെ ഞാൻ എന്തൊരു ടോർച്ച് ലൈറ്റിനെ ഒരു ചെറിയ സ്ലിറ്റിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു ടോർച്ച് ലൈറ്റ് ഒരു ചെറിയ ഹോളോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലിറ്റിലൂടെ ആ ഒരു ലൈറ്റ് കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ പാത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ പാത്ത് കാണുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഒരു ലൈറ്ററെ ഒരു മിററിൽ വന്ന് തട്ടി. എന്ത് ടൈപ്പ് ഓഫ് മിററാണിത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്ത് ടൈപ്പ് മിററാണ്? യെസ്, പ്ലെയിൻ മിററാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ, പ്ലെയിൻ മിറർ. അപ്പോൾ ഈ ഒരു പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്ററെ വന്ന് ഫാൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വന്ന് ഫാൾ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചേ? അത് തിരിച്ചു വന്നു നമുക്ക് പറയാമല്ലേ, അത് ബൗൺസ് ചെയ്തു. ആ ഒരു ലൈറ്ററെ നമ്മുടെ മിററിൽ തട്ടിയിട്ട് ബൗൺസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദീസ് ഈസ് ദ ഒബ്സർവേഷൻ. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പ്ലെയിൻ മിററിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ലൈറ്ററെ നമ്മൾ ഇടിപ്പിച്ചു, അല്ലെങ്കിൽ അത് ഹിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ലൈറ്ററെ തിരിച്ചു വന്നു, അല്ലെങ്കിൽ അത് ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ബൗൺസിങ് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേട്ടുപരിചയമുള്ള ഒരു വാക്കാണ് അല്ലേ, ബൗൺസിങ്.
അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ എടുത്തു. ഒരു ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് ഫോഴ്സ്ഫുള്ളി ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുമ്പം അത് ബൗൺസ് ചെയ്യും. സോ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് റേ അല്ലെങ്കിൽ ലൈറ്റ് ഒരു മിററിലേക്ക് ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ ഫാൾ ചെയ്തപ്പോൾ അത് ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഈ ഒരു പാത്ത് ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇതാണ് നമ്മുടെ പാത്ത് ഓഫ് ലൈറ്റ്. ഈ ഒരു പാത്ത് ഓഫ് ലൈറ്റിനെ എനിക്കൊരു നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എനിക്ക് അത് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഈ ഒരു വൈറ്റ് പേപ്പറിലേക്ക് എനിക്കിങ്ങനെ പാത്ത് ഓഫ് ലൈറ്റ് ട്രേസ് ചെയ്യാം. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മുടെ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഹിയർ ഐ ആം പ്രൊവൈഡിങ് എ ആരോ. ആരോ എന്തിനു വേണ്ടിയായിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ അല്ലേ? അതോടൊപ്പം റിഫ്ലക്റ്റ് ചെയ്തിങ്ങനെ വരുവാണല്ലേ? ഇതിങ്ങനെ ബൗൺസ് ചെയ്ത് വരുവാണ്. ആ ബൗൺസ് ചെയ്ത് വരുന്നിടത്തും ഞാനൊരു ആരോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് എന്ത് സംഭവം എനിക്ക് മനസ്സിലാകും എങ്ങോട്ടാണ് ലൈറ്റ് വന്ന് ലൈക്ക് ഇൻസിഡൻറ്റ് ചെയ്തത്, അതിൽ നിന്ന് എങ്ങോട്ടാണ് അത് തിരിച്ചു വരുന്നത്, ഇങ്ങനെയൊക്കെ എനിക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ എന്ത് തന്നെ ആയാലും ലൈറ്റ് റേ ഒരു മിററിലേക്ക് വന്ന് ഫാൾ ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ഒരു ബൗൺസിങ് നടന്നു. ദർ ഇസ് എ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഉണ്ടല്ലേ? അപ്പോൾ ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. സോ വാട്ട് ഈസ് റിഫ്ലക്ഷൻ? നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ലൈറ്റ് ഒരു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ ഒരു മിററിലേക്ക് വന്ന് ഫാൾ ചെയ്യുമ്പോൾ അത് ബൗൺസ് ചെയ്തു. സോ ഈ ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിഫ്ലക്ഷൻ. സോ റിഫ്ലക്ഷൻ ഈസ് ആക്ച്വലി ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ റേ ഡയഗ്രാം നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം അല്ലേ? റേ ഡയഗ്രാം എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത് ഇതിനെ റേ ഡയഗ്രാം എന്ന് വിളിക്കാം. ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ നമ്മുടെ ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, then എന്ത് സംഭവിച്ചു? ബൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇതാണ് ഈ പിക്ചറിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താ ഈ റേ എന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞു ഇതൊരു റേ ഡയഗ്രമാണെന്ന് പറഞ്ഞത് അല്ലേ? എന്താ റേ? വാട്ട് ഡു യു മീൻ ബൈ റേ? ഇതൊരു റേ ആണ്, ഇതൊരു ലൈറ്റ് റേ ആണെന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം ബൗൺസ് ചെയ്തതും ഒരു റേ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് റേ എന്ന് വെച്ചാൽ? ആക്ച്വലി റേ ഈസ് സംതിങ് വിച്ച് റെപ്രസെൻറ്റ് ദ ലൈറ്റ്, പാത്ത് ഓഫ് ലൈറ്റ്. നമുക്ക് പാത്ത് ഓഫ് ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് റേ എന്ന് പറയുന്നത്. റേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ. What do you mean by ray? It's actually a straight line with an arrow which represent the path of light. എങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ടൂളാണ് റേ. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. Why it is straight? Yes, we know that light is always traveling straight line, and here we have the arrow for representing the direction of the light ray. അപ്പോൾ ഇതൊരു നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതൊരു റേ ഡയഗ്രമാണ്. റേ ഡയഗ്രാം. ഓക്കെ, സോ ഹിയർ നമ്മുടെ ലൈറ്റ് റേ എവിടെ നിന്നോ വന്നിട്ട് എന്ത് സംഭവിച്ചു? മിററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തു, ദെൻ ഇത് ബൗൺസ് ചെയ്തു, നമുക്കതിനെ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറയാം അല്ലേ? ഇതൊരു റിഫ്ലക്റ്റ് ചെയ്ത് നെക്സ്റ്റ് റേ പോകുന്നു. ഇനി ഈ ഒരു റേ ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് ടേംസിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ റിഫ്ലക്ഷന് കൂടുതലായിട്ട് നമുക്ക് റിഫ്ലക്ഷനെ കുറിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ലോസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്തറിഞ്ഞിരിക്കണം? ഈ റിഫ്ലക്ഷൻ്റെ കുറച്ച് ടേംസുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ടേംസ് റിലേറ്റഡ് ടു റിഫ്ലക്ഷൻ. സോ ഫസ്റ്റ് വൺ,